ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ വേറൊന്നുമല്ല, നമ്മുടെ ദേവുവിൻ്റെ കലോത്സവം സംബന്ധിച്ചിട്ടുള്ള വീഡിയോ തന്നെ കേട്ടോ. അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്തോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ വേറൊന്നുമല്ല, ദേവുട്ടിയുടെ കലോത്സവത്തിൻ്റെ വിശേഷങ്ങൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ മോളാണെങ്കിൽ ഒരു ഫാൻസി ഡ്രസ്സ്, അതായത് ഒരു മോഡേൺ ഗേളായിട്ടാണ്. അപ്പോൾ ദേവുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായ സഫ മുസ്ലിം മണവാട്ടിയായിട്ടാണ് കേട്ടോ. നമ്മുടെ കിച്ചു ഉണ്ട്, അങ്ങനെ ദേവുട്ടിയുടെ എല്ലാ കൂട്ടുകാരും ഉണ്ട് കേട്ടോ. അപ്പോൾ അല്ലാതെ വേറെ മറ്റു കുട്ടികളും ഒക്കെ കൃഷ്ണനായിട്ട് ഒരുങ്ങിയിട്ടുണ്ട്, പിന്നെ സ്പൈഡർമാനായിട്ട് ഒരുങ്ങിയിട്ടുണ്ട്, ഗാന്ധിജി അപ്പൂപ്പനായിട്ട്. എല്ലാം കാണാൻ വളരെ ക്യൂട്ടായിരുന്നു കേട്ടോ. കൃഷ്ണൻ ഒരെണ്ണമൊന്നും അല്ല, ഒരു 5-6 കൃഷ്ണനെങ്കിലും ഉണ്ടായിരുന്നു കേട്ടോ. കൃഷ്ണനും രാധയും അങ്ങനെ എല്ലാവരെയും ഒരുക്കിയൊക്കെ നിർത്തി എല്ലാവരും സ്റ്റേജിൻ്റെ അടുത്തോട്ട് വന്നു. ധാരാളം ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. ആൾക്കാർ മാത്രമല്ല, കുട്ടികളെ കാണാനൊക്കെ എന്ത് രസമായിരുന്നു. ഓരോരുത്തരും ഓരോ വേഷങ്ങളൊക്കെ ഒരുങ്ങി. അപ്പോൾ ആദ്യം തന്നെ ഫാൻസി ഡ്രസ്സ് മത്സരമായിരുന്നേ. അപ്പോൾ ഞാനും സഫയുടെ ഉമ്മയും കുഞ്ഞനിയനും അവളുടെ ഉമ്മയൊക്കെ ആയിട്ട് റെഡിയായി ഇരിക്കുവാണ്, എല്ലാം കാണാനും. ദേവൂട്ടി പ്രസൻറ്റ് ചെയ്യുമോ എന്നുള്ള കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ആദ്യം തന്നെ രംഗപൂജ എന്നും പറഞ്ഞിട്ട് ഒരു പരിപാടി ഉണ്ടായിരുന്നു. 2 കുട്ടികൾ ഡാൻസ്, കുട്ടികളാണോന്ന് അറിയാൻ പാടില്ല, എന്തോ അപ്പം അവർ ഡാൻസ് ഉണ്ടായിരുന്നു. അപ്പം ഡാൻസെല്ലാം ഞങ്ങൾ കുറേ നേരം കണ്ടിട്ടിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് അത് കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് ഓരോരുത്തർ ഇങ്ങനെ നിലമ്പഴി പോകുന്നത് കണ്ടത്, ഗാന്ധിജി അപ്പൂപ്പനും അങ്ങനെയൊക്കെ. ഫാൻസി ഡ്രസ്സിൽ തത്തയുണ്ടായിരുന്നു, മയിലുണ്ടായിരുന്നു, പിന്നെ മരമായിട്ട് ഒരുങ്ങിയിട്ടുണ്ടായിരുന്നു, പിന്നെ വിശപ്പിൻ്റെ ഒക്കെ പറഞ്ഞിട്ട് കുറേ ഉണ്ടായിരുന്നു കേട്ടോ ഫാൻസി ഡ്രസ്സിൽ. പിന്നെ വക്കീൽ, പോലീസ്, പട്ടാളക്കാരൻ, പിന്നെ പട്ടാളക്കാരനായിട്ട് വന്ന കുട്ടികൾ വെടിയേറ്റ് താഴെ വീഴുന്ന രീതിക്ക്, പിന്നെ ആമ. കുട്ടികളൊക്കെ ആണെങ്കിൽ ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പോൾ അമ്മമാർ സ്റ്റേജിൽ കൊണ്ട് നിർത്തുകയായിരുന്നു കേട്ടോ. അമ്മമാർ മാത്രമല്ല, പിന്നെ നമ്മുടെ അംഗനവാടിയിലെ ടീച്ചർമാരും ഹെൽപ്പർമാരും ഒക്കെ, അവർക്കൊക്കെ ഡ്രസ് കോഡും കാര്യങ്ങളുണ്ടായിരുന്നു കേട്ടോ. പിള്ളേരാണെങ്കിൽ ഭയങ്കര കരച്ചിലായിരുന്നു സ്റ്റേജിൽ. അതായത് കരഞ്ഞ് ഒരു രക്ഷയില്ലാതെ അവസാനം പിള്ളേരെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. ചില കുട്ടികൾ സ്റ്റേജിൽ കയറി നിന്നിട്ട് ഞാൻ ശരിക്കും പേടിച്ചിട്ടുണ്ടായിരുന്നു ദേവു എങ്ങനെയാണെന്നുള്ളത്. അത് നിങ്ങൾ കണ്ടു തന്നെ അറിഞ്ഞേച്ചാൽ മതി കേട്ടോ. അങ്ങനെ തത്തക്കുട്ടി പറന്ന് നിന്ന്. ചിലരൊക്കെ ഓരോരുത്തരുടെയും അതായത് ഡ്രസ്സിനനുസരിച്ചുള്ള പാട്ടും കാര്യങ്ങളും സെലക്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഏറ്റവും കൂടുതൽ എല്ലാവരും ആകർഷിച്ച് വേറൊന്നുമല്ല, ന്യൂസ് പേപ്പർ കൊണ്ടിട്ടൊരു ഫാഷൻ അതിനായിട്ടുള്ളൊരു ഗേളായിട്ട് ഒരുങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചിരുന്നു അതിന് തന്നെ ആയിരിക്കും ഫസ്റ്റ് പ്രൈസ് കിട്ടുക എന്നുള്ളത്. കറക്റ്റ് അതിനൊരു പ്രൈസ് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ഏതായിരുന്നു ഞാൻ ഓർക്കുന്നില്ല. പക്ഷേ എന്തായാലും അത് സൂപ്പറായിരുന്നു കേട്ടോ. പിന്നെ പോലീസുകാരുണ്ടായിരുന്നു, ഡോക്ടർമാരുണ്ടായിരുന്നു, നേഴ്സ്, പിന്നെ സത്യം പറഞ്ഞാൽ കുട്ടികൾ ഇതൊക്കെ ഒന്ന് കാണാൻ തന്നെ വളരെ ഭംഗിയായിരുന്നു. അതായത് ചില കുട്ടികളൊക്കെ നല്ല ആക്റ്റീവായിട്ട് നല്ല സൂപ്പറായിട്ടൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ചില കുട്ടികൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ കരഞ്ഞ് ഒരു ബഹളമായിരുന്നു. അപ്പോൾ ഇനി അടുത്ത ഓടും നമ്മുടെ അംഗനവാടിയുടെയാണ്. ഒരു മാലഹ കുട്ടിയായിട്ട് നമ്മുടെ മോള് തന്നെ കേട്ടോ പോകുന്നത് അംഗനവാടിയിലെ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ദേവുട്ടി, അത് നിങ്ങൾ കണ്ടു തന്നെ ഇറങ്ങണം കേട്ടോ. കാര്യം ഞാൻ ഒട്ടും വിചാരിച്ചില്ല അവൾ സ്റ്റേജിൽ കയറി ഇങ്ങനെ നിൽക്കുമെന്ന് പോലും ഞാൻ വിചാരിച്ചതല്ല. പക്ഷെ അവർ കാണിച്ച ഏറ്റവും വലിയ ഫോട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മോള് കയറിയപ്പോഴത്തേനും പാട്ടിട്ടില്ല. അതെനിക്ക് വളരെ സങ്കടമായിരുന്നു. പിന്നെ അവളെ ഒന്ന് കൊണ്ട് നിർത്താനോ ഒന്നും, അതായത് നമ്മളായിരുന്നെങ്കിൽ കൊണ്ട് നിർത്തിയനായിരുന്നു. അങ്ങനെ നിർത്താനുള്ളൊരിതുണ്ടായില്ല. അവളെ അവിടെ കൊണ്ട് നിർത്തിച്ച് അവരങ്ങ് പോയി. കുഞ്ഞെന്ത് ചെയ്യണമെന്നറിയാൻ വയ്യാത്തൊരിത് നിന്നു. പിന്നെ ഞാൻ അവിടെ കിടന്ന് അലറിക്കൊണ്ട് പറയുന്നുണ്ടായിരുന്നു, അവളുടെ കയ്യിരുന്ന കണ്ണാടി വെച്ചില്ല, അവൾ കണ്ണാടി വെക്കെന്ന് ഞാൻ അലറി പറയുന്നുണ്ടായിരുന്നു. അതേ നോക്കിക്കോണം എൻ്റെ മോളുടെ പോയി നിൽപ്പേ. ഒരു പരിപാടിക്ക് ഞാൻ ചേരാതിരുന്നത് കൊണ്ട് ഒരു ഫാൻസി ഡ്രസ്സൊന്നും പറഞ്ഞുകൊണ്ട് മോഡേൺ ഗേളായിട്ട് കൊണ്ട് നിർത്തിയതാണ്. വലിയതായിട്ട് ഒരുക്കിയൊന്നും കാര്യങ്ങളൊന്നും ഇല്ല. അത് കഴിഞ്ഞ് പിന്നെ ഊണ് കഴിക്കാനായിട്ട് പോയി കേട്ടോ. കുറേ ഉണ്ടായിരുന്നു, നമ്മളത് മൊത്തം എടുത്തൊന്നുമില്ല. ഊണ് കഴിക്കാനായിട്ട് ഭയങ്കര ബഹളമായിരുന്നു. അപ്പോൾ സഫയുടെ ഉമ്മുമ്മ ദേവുവിനും സഫക്കും കൂടി ഒറ്റ പ്ലേറ്റിൽ ചോറ് കൂടുതൽ വാങ്ങിച്ചു. പായസം ഉണ്ടായിരുന്നു, അങ്ങനെ കുറച്ച് കറികളും കാര്യങ്ങളൊക്കെ ആണെങ്കിലും തൃപ്തിയായിട്ടുണ്ട്. എല്ലാവർക്കുള്ള ആഹാരങ്ങളും കാര്യങ്ങളും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മുടെ താമ്പൂച്ചൻ്റെ പ്ലേ ടൈം ആയിരുന്നു. അവളങ്ങ് മൊത്തത്തിൽ അവിടെ ഓടി നടന്ന് കലാപരിപാടിയെന്ന് തന്നെ പറയാം. താമ്പൂച്ചൻ അവിടെ കിടന്ന് മൊത്തത്തിൽ എൻജോയ് ചെയ്യുമായിരുന്നു.
പരിപാടി നടന്നത് മദ്രസ കോംപ്ലക്സ് എന്ന് പറയുന്ന ഒരു മുസ്ലിം ഓഡിറ്റോറിയത്തിലായിരുന്നു, പള്ളിയുടെ അടുത്ത് തന്നെ ഉണ്ടായിട്ടുള്ള. അപ്പോൾ അതിനിടയ്ക്ക് നമ്മൾ കുറച്ച് ഫോട്ടോസും കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി അടുത്തത് നമുക്ക് പാട്ടിനും ഗ്രൂപ്പ് സോങ്ങിനും പിന്നെ ഗ്രൂപ്പ് ഡാൻസിനുമായിട്ടുള്ള മേക്കപ്പിലാണ്. ദേവൂട്ടിയുടെ ഒരു അവസാന നിമിഷത്തെ തീരുമാനമാണ്, അമ്മേ ഞാൻ ഡാൻസ് കളിക്കാം, ഗ്രൂപ്പ് സോങ് ഇല്ല എന്ന് പറഞ്ഞപ്പോൾ. കാര്യം അത്രത്തോളം ലേറ്റായി, ഒത്തിരി കുട്ടികളുള്ളതുകൊണ്ട് എല്ലാവരുടെയും പരിപാടിയൊക്കെ സെറ്റാക്കാൻ ഒത്തിരി താമസിച്ചു. അപ്പോൾ നമ്മൾ വിചാരിച്ചത് 4 മണിയൊക്കെ ആകുമ്പോൾ തീരുമെന്നുള്ളത് പറഞ്ഞിട്ട് 6 മണിയായിട്ടും തീർന്നില്ല. അവസാനം എനിക്ക് ശരിക്കും വിഷമമായ ഒരു സംഭവം തന്നെയാണ് കേസ് ഉണ്ടായത്. എൻ്റെ മോൾ ഡാൻസ് കളിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവസാനത്തെ ഒരു പ്രാക്ടീസിൽ അവൾ ചെയ്തു. അവൾക്ക് അര സ്റ്റെപ്പെല്ലാം അറിയാമായിരുന്നു. അങ്ങനെ കയ്യിലിടുന്ന കയ്യുറയും പിന്നെ റിബണൊന്നും ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നില്ല, സോങ്ങിനത് വേണ്ടാത്തതുകൊണ്ട്. അങ്ങനെ അവസാനം ഞാൻ ഇതെല്ലാം മേടിച്ചിട്ടായിരുന്നു വന്നത്. കാര്യം അവൾ എന്നോട് പറഞ്ഞു, അമ്മ ഞാൻ കളിക്കാം, ഓക്കെ ഇടാനൊക്കെ പറഞ്ഞ് എൻ്റെ മോൾ നിന്നു. പക്ഷെ അവസാന നിമിഷത്തിൽ എൻ്റെ മോൾക്ക് കളിക്കാൻ പറ്റിയില്ല. അതാണ് എനിക്ക് ഏറ്റവും വലിയ, അതായത് സമയം ഒത്തിരി താമസിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്ന് വിളിച്ചു. അതുകൊണ്ട് ഞങ്ങൾക്ക് പോകേണ്ടതായിട്ടൊരു കാര്യം വന്നു. അതിൻ്റെ ഇടയ്ക്ക് കുട്ടികളൊക്കെ നല്ല സൂപ്പറായിട്ട് ഹാപ്പി ആയിട്ടൊക്കെ ഡാൻസ് കളിക്കുവാണ് കേട്ടോ. കുറച്ച് നേരം കൂടി ഞാൻ വെയിറ്റ് ചെയ്തു. ഇതാണ് നമ്മുടെ ദേവു ഇല്ലാത്ത നമ്മുടെ ഇല്ലുമിനാറ്റി ഡാൻസ്. അത്രത്തോളം ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യിപ്പിച്ച ഞങ്ങളുടെ ഡാൻസാണ്. ഫൈനലി ഞങ്ങളുടെ കുട്ടികൾ ഒരു തരത്തിലൊക്കെ ഒപ്പിച്ച് കളിച്ചിട്ടുണ്ട്. ഒത്തിരി നാളത്തെ പ്രാക്ടീസും കാര്യങ്ങളൊന്നും അല്ലായിരുന്നല്ലോ, കുറച്ച് നാളത്തുള്ള പ്രാക്ടീസ് അല്ലേ. ഞാൻ നേരത്തെ ഇങ്ങോട്ട് പോയത് കൊണ്ട് നമ്മുടെ കൂട്ടുകാരി, അതായത് സഫയുടെ ഉമ്മ തൻസില തന്നെ നമുക്ക് വീഡിയോ സെൻഡ് ചെയ്ത് തന്നിരുന്നു. അതായത് അങ്ങനെയുള്ള ഗ്രൂപ്പിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഇങ്ങോട്ട് വീട്ടിലോട്ട് കഴിഞ്ഞ് 2 ഡാൻസ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ദേവുൻ്റെയൊക്കെ ഡാൻസ് ഉണ്ടായിരുന്നു. പിള്ളേർ, അതായത് നമ്മുടെ കൂടെ തന്നെ പഠിപ്പിക്കാനുണ്ടായിരുന്ന ഷഹാന നമ്മുടെ കുഞ്ഞുങ്ങളുടെ സ്റ്റേജിൻ്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ കളിച്ച് കാണിച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. കുട്ടികളല്ല, സ്റ്റെപ്പൊക്കെ മറന്നു പോകുമല്ലോ. എന്നാലും ഞങ്ങളുടെ മക്കൾ ഒരു ഇതൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ 2 മിനിറ്റും 29 സെക്കൻഡുള്ളൊരു വീഡിയോ ആയിരുന്നു ചെയ്തത്. അതായത് ഇല്ലുമിനാറ്റിയുടെ സോങ്, അതായത് ഫുള്ള് മൊത്തം നമ്മൾ എടുത്തിട്ടില്ല, അത്രയും. അതായത് കുഞ്ഞുങ്ങൾ പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാര്യം ഒരാൾ ഒരു വശത്തോട്ട് എടുക്കുമ്പോൾ മറ്റേ ആൾ വേറെ വശത്തോട്ട് എടുക്കും. അങ്ങനെ എല്ലാം അറേഞ്ച് ചെയ്യാൻ ഭയങ്കര പാടായിരുന്നു. അവരെല്ലാവരും ഓരോരുത്തരൊക്കെ തട്ടിക്കൂട്ടി ഒപ്പിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ മാതാപിതാക്കൾക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹം എന്ന് പറയുന്നത് നമ്മുടെ മക്കൾ സ്റ്റേജിലൊക്കെ കയറുന്നതല്ലേ. അപ്പോൾ അവരുടെ പരിപാടിയൊക്കെ കാണാൻ നമ്മൾ ഒത്തിരി ആഗ്രഹിക്കുന്നതല്ലേ. അപ്പോൾ അതുപോലെ തന്നെ ഞാനും ആഗ്രഹിച്ചതാണ് എൻ്റെ മകൾ സ്റ്റേജിൽ കയറിയിട്ട് പെർഫോം ചെയ്യുന്നത് കാണാനായിട്ട്. പക്ഷേ ഞാൻ ഓർത്ത്, എന്നോട് പറഞ്ഞിരുന്നു ആദ്യം ഡാൻസ് കളിക്കുന്നില്ല എന്നാൽ. പക്ഷേ അവൾ വീട്ടിൽ നല്ല ആക്റ്റീവാണ്. അപ്പോൾ അംഗനവാടിയിൽ മാത്രമാണ് കളിക്കാതിരുന്നത്. വീട്ടിൽ വന്നിട്ട് ആ സ്റ്റെപ്പ് എല്ലാം അവൾ എന്നെ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പം അവസാന നിമിഷത്തിൽ ദേവു പറഞ്ഞു, അമ്മ ഞാൻ ഡാൻസ് കളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ബാക്കിയുള്ള അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്ത് സോക്സും കാര്യങ്ങളൊക്കെ മേടിച്ചത്. പക്ഷേ എൻ്റെ മകൾക്ക് കളിക്കാൻ പറ്റിയില്ല. കാര്യം വീട്ടിൽ നിന്ന് 2 പ്രാവശ്യം വിളിച്ചുകൊണ്ടിരുന്നു. താമസിച്ചു, ഒറ്റയ്ക്കാണ്, വേഗം വാന്നൊക്കെ പറഞ്ഞുകൊണ്ട്. നമ്മൾ ഒറ്റയ്ക്കല്ല, നമ്മളെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരുമായിട്ട് ഒരുമിച്ചാൽ നമ്മൾ വീട്ടിലോട്ട് പോകത്തുള്ളൂ. പക്ഷേ വീട്ടുകാർ സമ്മതിച്ചില്ല, ഡാൻസ് കളിപ്പിക്കാൻ പറ്റില്ല. എനിക്ക് നല്ല വിഷമമുണ്ടായിരുന്നു. കാര്യം അത്രത്തോളം ഞാൻ എഫേർട്ട് എടുത്തായിരുന്നു. ഞാനാണ് കൂടുതൽ എഫേർട്ട് എടുത്തത്. തലേന്നാണെങ്കിലും ഡ്രസ്സ് എടുക്കാനും കാര്യത്തിനൊക്കെ പോവുകയാണെങ്കിലും ഒത്തിരി ആശിച്ചായിരുന്നു എൻ്റെ മോൾ സ്റ്റേജിൽ കയറുമെന്ന്. ഞാൻ ഒത്തിരി കരഞ്ഞ ദിവസം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിൽ ഒത്തിരി വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഇനി പെർഫോമൻസിനൊന്നും കുട്ടിയെ പങ്കെടുപ്പിക്കേണ്ടെന്ന് കൂടി പറഞ്ഞപ്പോൾ സഹിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.